അവസാനം അനി നയനയോട് സത്യങ്ങൾ തുറന്നു പറയുകയാണ്. എടത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നീ? എന്തേലും സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ? അതെ എടത്തി, വേറൊന്നുമല്ല, ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തില്ല. എന്താ? ചുമ്മാ നീ ഓരോന്ന് പറയല്ലേ. അതെന്താ, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കാനല്ലേ എഴുത്തിയോട് പറഞ്ഞിരുന്നേ? അനി, നീ എന്തൊക്കെയാ പറയുന്നത്? എന്തേലും വിളിച്ചു പറയാണോ? നിനക്കിത് എന്ത് പറ്റി അനി? കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നീ എന്റെ നന്ദുവിനെ കരുവാക്കുവാണോ? ഒരിക്കലല്ല എഴുത്തി, ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് നന്ദുവിനെ എന്നെയും ഇഷ്ടമാണ്. സംശയം ഉണ്ടെങ്കിൽ എഴുത്തിക്ക് നന്ദുവിനെ വിളിച്ച് ചോദിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ആരും വിശ്വസിക്കുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ആരും പ്രാധാന്യം തന്നിട്ടില്ല. അനി, നീ എന്താ പറയുന്നതെന്ന് നിനക്കൊരു ബോധവുമില്ല. എന്റെ നന്ദു ഒരിക്കലും നിന്നെ ഇഷ്ടപ്പെടില്ല. അവക്കറിയാം ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. ഇനി നന്ദുവിനെയും കൂടി ഇവിടേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ അനി പറയുന്നുണ്ട്, എടത്തി, എപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ഈ എടത്തിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാ ഞങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞങ്ങളുടെ സന്തോഷാണോ അതോ ഞങ്ങളില്ലാത്തൊരു ലോകമാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അനി, നീ എന്തൊക്കെ പിച്ചുമേയെ വിളിച്ചു പറയുന്നത്? അനി, നിനക്കറിയാലോ, ഈ ബന്ധം ഞാൻ വിചാരിച്ചാൽ പോലും നടക്കുന്നതല്ല. എനിക്കിവിടെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. അനി, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ ഇടത്തേക്ക് നിന്നോട് ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നന്ദുവിനെ നീ എത്രയും പെട്ടെന്ന് നിന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞ് എങ്ങനെയെങ്കിലും അനാമിക മോളെ സ്വീകരിക്കാൻ നീ തയ്യാറാകണം. ഇല്ലെങ്കിൽ നിന്നെ ഏറെ സ്നേഹിക്കുന്ന ആ മുത്തശ്ശൻ, പിന്നെ ഈ കുടുംബത്തിന്റെ അടിത്തറ എല്ലാം നശിച്ചു പോകും. ഓഹോ, അപ്പോ എന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ലല്ലേ? നിങ്ങൾക്കൊക്കെ ഈ കുടുംബത്തിന്റെ നിലനിൽപ്പാണ് അത്യാവശ്യം. ഈ മുത്തശ്ശൻ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനില്ലാത്തതൊക്കെ എന്തിനാ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടത്തി ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ നന്ദു പറഞ്ഞ പോലെ ഇതൊന്നും ഞാൻ പറയാൻ പാടില്ലായിരുന്നു. സോറി എടത്തി, അറിയാതെ എപ്പോഴോ എൻ്റെ മനസ്സിൽ നന്ദുവിനോടൊരു ഇഷ്ടം തോന്നിപ്പോയി. പിന്നെ ഈ ഒരു കല്യാണം അടുത്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ അവളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. അവൾക്ക് തിരിച്ചു ഇങ്ങോട്ട് അങ്ങനെ. ഈ കാര്യത്തിൽ ഏടത്തി ഇനി നന്ദുവിനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. എപ്പോഴോ അറിയാതെ ഞങ്ങളുടെ മനസ്സിൽ ഒരു പ്രണയം വന്നു പോയതാ. അതിനി ഞാൻ വേണ്ടാന്ന് വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ എല്ലാം നടക്കട്ടെ. നന്ദു പതിയെ റിക്കവറായി വന്നോളും. പക്ഷെ എൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ബാക്കി എപ്പിസോഡിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഉടനടി തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോക്ക് കാണുന്നവരേക്കും ബൈ ഗൈസ്.